जय मसीह की। तेरी आराधना करूं, तेरी आराधना करूं, पाप क्षमा कर जीवन दे दे, दया की याचना करूं, तेरी आराधना करूं। तू ही महान सर्वशक्तिमान, तू ही है मेरे जीवन का संगीत। तू ही महान सर्वशक्तिमान, तू ही है मेरे जीवन का संगीत। हृदय के तार छेड़े ज़कार, हृदय के तार छेड़े ज़कार, तेरी आराधना है मधुर गीत। जीवन से मेरे तू महिमा पाए, एक ही कामना करूं, पाप क्षमा कर जीवन दे दे, दया की याचना करूं, तेरी आराधना करूं। सृष्टि के हर एक कण कण में छाया है तेरी ही महिमा का राज। सृष्टि के हर एक कण कण में छाया है तेरी ही महिमा का राज। पक्षी भी करते हैं तेरी प्रशंसा, पक्षी भी करते हैं तेरी प्रशंसा, हर पल सुनाते हैं आनंद का राग। मेरी भी भक्ति तुझे ग्रहण हो, हृदय से प्रार्थना करूं, पाप क्षमा कर जीवन दे दे, दया की याचना करूं, तेरी आराधना करूं, तेरी आराधना करूं, पाप क्षमा कर जीवन दे दे, दया की याचना करूं, तेरी आराधना करूं। ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനങ്ങളെ നേരുന്നു. प्रभु यीशु मसीह का मधुर नाम में आप सबको जय मसीह की। പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഹെബ്രായ ലേഖനം ഒന്നാമത്തെ അധ്യായം നമുക്ക് കൃപയാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ഇന്ന് നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. पिछले हफ्ता में इब्रानियों का पुस्तक पहला अध्याय को मनन करने के लिए परमेश्वर ने कृपा की। आज हम दूसरा अध्याय में हम पहुंच गया है। ആമേൻ. ഈ അധ്യായം തുടങ്ങുന്നത് ഒരു വാണിങ്ങോട് കൂടിയാണ്, ഒരു മുന്നറിയിപ്പ്, വിശ്വാസികൾക്കൊരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. ये अध्याय एक चुनौती को देते हुए इस अध्याय शुरुआत करते हैं। ആമേൻ. അതുപോലെ തന്നെ ഈ അധ്യായത്തിലും ദൂതന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. इस अध्याय में भी स्वर्गदूतों के बारे में भी वर्णन किया है। അപ്പം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ക്രിസ്തുവിന് അപ്പുറമായിട്ട് ഇവർ, ഈ ഹെബ്രായ വിശ്വാസികൾ, ക്രിസ്തുവിനോട് കൂടെയോ അല്ലെങ്കിൽ ക്രിസ്തുവിനും ഉപരിയായിട്ട് ദൂതന്മാരെയും മറ്റ് ആരാധനാ മാർഗങ്ങളെയും അവർ ആശ്രയിച്ചിരുന്നു എന്നുള്ളതിനുള്ള ഒരു മറുപടിയായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. इब्रानिया विश्वासी लोग मसीह यीशु मसीह को अलावा भी स्वर्गदूतों को और अन्य जो बातों को भी आराधना करते थे करके हम जो मालूम कर सकते हैं.
ആമേൻ. നമ്മൾ മറന്നു പോകല്, നമ്മൾ ക്രിസ്തുവെന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. हम सब लोग मसीह यीशु के साथ एक निष्कलंक कुमारी के नाई हम विवाह का निश्चय किए वो लोग हैं. അങ്ങനെയെങ്കിൽ നാം ഓരോരുത്തരും ആ ക്രിസ്തുവാകുന്ന മണവാളനോട് ഒരു മണവാട്ടിക്കുണ്ടാകുന്ന, അല്ലെ, ദുൽഹൻ, അല്ലെ, ഒരു മണവാട്ടിക്കുണ്ടാകുന്ന ഒരു ഒരു പ്രേമവും ഇഷ്ടവും ഏകാഗ്രതയും വേണമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. मसीही एक दुल्हन के रूप में हम हमारा जो एकाग्रता हमारे यीशु मसीह के साथ होना है, ये हमें शिक्षा देते हैं. അതുകൊണ്ടാണ് ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നത്, നിങ്ങൾ യാതൊരു കാരണവശാലും ക്രിസ്തുവേശുവിൽ നിന്നുള്ള ഏകാഗ്രത നഷ്ടപ്പെടുത്തി കളയരുത്. और इसलिए हम यीशु मसीह के साथ जो एकाग्रता है वो कभी भी हम नष्ट ना करें. ആമേൻ. നമുക്ക് 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. दूसरा अध्याय उसकी पहला वाक्य को हम पढ़ेंगे. इस कारण इस चाहिए कारण कि कि हम उन बातों पर जो हमने सुनी है और भी मन लगाया, ऐसा ना हो कि बहकर उनसे दूर चला जाए. ആമേൻ. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചുവല്ലോ, ഇസ്കാരൻ, അല്ലെ, ഇസ്കാരൻ കെ പ്രകാരം, അല്ലെങ്കിൽ ഇപ്രകാരം പറയുന്നത് കൊണ്ട്, അതുകൊണ്ട് എന്ന് വെച്ചാൽ ഈ മുകളിൽ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ആ ക്രിസ്തുവേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാം ഹൃദയത്തിൽ ഗ്രഹിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ കേട്ട വചനം വളരെ ശ്രദ്ധയോടെ കൈക്കൊള്ളേണ്ടത് ആവശ്യമാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. इस कारण चाहिए मतलब पहला अध्याय में जो वर्णन किया है, उसी कारण कि हम उन बातों पर जो हमने सुनी है और भी मन लगाना है, उसमें ആമേൻ. जागृत हो. അപ്പം നമ്മൾ ഒന്നും കൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വ്യക്തമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കി. हम आपको स्मरण दिलाते हैं, पहला अध्याय में हम बहुत स्पष्ट रूप में हमने सीखा है. 1-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു കൊള്ളണം, ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവാകുന്നു. आज हमसे बातें करते हैं परमेश्वर के पुत्र यीशु मसीह है. കഴിഞ്ഞ കാലങ്ങളിൽ, അല്ലെങ്കിൽ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവജനത്തോട് ദൈവം സംസാരിച്ചു കൊണ്ടിരുന്നത് അവൻ്റെ ദാസന്മാരായ, ദൈവത്തിൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെയാണ്. നമുക്കറിയാം, മോശ, അല്ലെങ്കിൽ ദാവീദ്, ജെറമായ, ഐസയ, ഇതുപോലെയുള്ള പ്രവാചകന്മാരിലൂടെയാണ് ദൈവം തൻ്റെ ജനത്തോട് സംസാരിച്ചിരുന്നത്. पूर्व काल में परमेश्वर अपने भक्तों के द्वारा बातचीत करते रहा. उदाहरण यशाया, यिर्मयाह, इन प्रकार की भक्त लोगों के साथ, भविष्यद्वक्ताओं के साथ परमेश्वर वार्तालाप करते रहा. എന്നാൽ ഇന്ന് നമ്മൾ നോക്കിക്കേ പ്രിയമുള്ളവരെ, നാം യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച നമ്മളോട് ഓരോരുത്തരോടും സ്വന്തം പുത്രനായ യേശുവാണ് ഇന്നും നമ്മളോട് സംസാരിക്കുന്നത്. आज परमेश्वर के पुत्र यीशु मसीह ही हमसे वार्तालाप कर रहे हैं. ആമേൻ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു കൊള്ളട്ടെ. ഞാനിത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇത് യേശുക്രിസ്തുവിന്റെ വചനമായിട്ട് യേശുക്രിസ്തു സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് ഏറ്റെടുക്കുവാൻ അത് സാധിക്കണം. मैं आपसे बातचीत कर रहे हैं, ये परमेश्वर का वचन है, प्रभु का वचन है, इसलिए यीशु मसीह ही आपसे बातचीत कर रहे हैं, करके आपको इसको ग्रहण करना है. തെസ്സലോനിക്ക സഭയോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അതുകൊണ്ടാണ്, ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങളത്
ദൈവത്തിൽ നിന്ന് കേട്ടതായിട്ട്, ദൈവവചനമായിട്ട് നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ഒരു തെസ്സലോനിക്ക മനുഷ്യന്റെ पत्रिका വചനമായി. में तेसलोनिके पत्रिका में पौलुस कहते हैं, हमने जो समाचार सुनाया है उसको वैसे ही तुम्हें ग्रहण करना है. ആമേൻ. ഒരു മനുഷ്യർ സംസാരിക്കുന്നത് പോലെയുള്ള, നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. 1 पहला തെസ്സലോനിക്ക तेसलोनी 2-ന്റെ दूसरा 13. अध्याय उसकी 3 वाक्य 13, 13. 13 वाक्य. पहला तेसलोनी 2 अध्याय का 13 वाक्य. इसलिए हम भी परमेश्वर का धन्यवाद निरंतर करते हैं कि जब हमारे द्वारा परमेश्वर के सुसमाचार का वचन तुम्हारे पास पहुंचा तो तुमने उसे मनुष्यों का नहीं परंतु परमेश्वर का वचन समझकर और सुसमाचार यह सचमुच यह ऐसा ही है ग्रहण किया और वह तुम विश्वासियों में जो विश्वास रखते हो प्रभावशील है. കണ്ടോ, ഇവിടെ നോക്കിയാട്ടെ, ഇവിടെ എന്ത് വ്യക്തമായിട്ട് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ മനുഷ്യന്റെ വചനമായിട്ടല്ല നിങ്ങൾ കേട്ടത്, മറിച്ച് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ അരുളപ്പാട് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ആ വചനത്തെ കേട്ടത്. അത് ആ തെസ്സലോനിക്ക സഭയ്ക്ക് അതൊരു പ്രശംസയായിട്ടാണ് അപ്പോസ്തലൻ പറയുന്നത്. यहाँ परमेश्वर का सुसमाचार का वचन तुम्हारे पास पहुंचा तो तुमने उसे मनुष्य का नहीं परंतु परमेश्वर का वचन समझकर सचमुच यह ऐसा ही है ग्रहण किया है. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഹൃദയത്തിൽ മനസ്സിലാക്കിക്കൊള്ളണം, നമ്മൾ ഭാഗ്യം ലഭിച്ചവരാണ്. എന്തെന്നാൽ കർത്താവ് നമ്മളോട് സംസാരിക്കുവാൻ കൃപ പ്രാപിച്ചവരാണ്. അല്ലെങ്കിൽ കർത്താവിൻ്റെ കാലഘട്ടത്തിൽ, കർത്താവിന് മുമ്പല്ല, കർത്താവിന് ശേഷം ജീവിക്കുവാനും കർത്താവിൽ നിന്ന് കേൾക്കുവാനും നമുക്ക് മഹാഭാഗ്യം ലഭിച്ചു എന്നുള്ളത് അത് വലിയ വിലയേറിയ ഒരു അനുഗ്രഹമായിട്ട് നാം കണക്കാക്കണം. मेरे प्यारो, हम धन्य लोग हैं क्योंकि हमें परमेश्वर से ही वचन सुनने के लिए, यीशु मसीह का आने के बाद उसकी वचन को सुनने के लिए वैसे ही प्रभु ही हमसे बातचीत करे, वैसे ही हमें ग्रहण करने के लिए परमेश्वर ने हमें सौभाग्य दिया है. ആമേൻ. അപ്പോൾ ക്രിസ്തുവേശു നമ്മൾ കണ്ടു പ്രവാചകന്മാരിലും ശ്രേഷ്ഠനായവനാണ്. यीशु मसीह भविष्यद्वक्ता से भी श्रेष्ठ है. രണ്ടാമതായിട്ട് കണ്ടു പിതാവായ ദൈവം തൻ്റെ ജ്ഞാനത്താൽ സകലതും പുത്രനായിട്ട് നിയമിച്ചു, പുത്രനെ അവനെ സകലത്തിനും അവകാശിയാക്കി വെച്ചു. पिता परमेश्वर पुत्र यीशु मसीह के द्वारा सब कुछ सृष्टि किया, उसका सारा अधिकार उसे दिया है. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടു പുത്രനായ യേശുക്രിസ്തു എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ തേജസ്സാണ്. നമ്മൾ അതിൻ്റെ ലൈറ്റിൻ്റെ എക്സാമ്പിളൊക്കെ വെച്ച് ഞാൻ പറഞ്ഞു, പിതാവിൻ്റെ തേജസ്സാണ്, പിതാവിൻ്റെ ഗ്ലോറിയാണ്. പുത്രനെ കാണുന്നവൻ അതുകൊണ്ടാണ് പിതാവിനെ കാണുന്നു എന്ന് പറയുന്നത്. അപ്പോൾ പിതാവിൻ്റെ തേജസ്സാണ് പുത്രൻ എന്ന് പറയുന്നത്. जो पिता का तेजस है, जो पुत्र है, पुत्र यीशु मसीह के द्वारा वो तेजस को प्रकट किया, वो ही महिमा है, वो ग्लोरी है, वो परमेश्वर की प्रतिबिंब है. हम परमेश्वर का वचन से सुना. ആമേൻ. അതിനുശേഷം നമ്മൾ കണ്ടു പിതാവാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ദൈവമായ കർത്താവ് സകലത്തിനും അധികാരിയാണ്. അവന് അസാധ്യമായതൊന്നുമില്ല. അവനാണ് ഇപ്പോഴും സകലത്തെയും നിയന്ത്രിക്കുന്നത്, അവനാണ്. ആ മുഴുവൻ അധികാരവും ഇന്ന് ക്രിസ്തുവിൻ്റെ മേൽ ഉണ്ട്. അവൻ അധികാരിയായ പുത്രനാണ്, അവൻ തത്വത്തിൻ്റെ മുദ്രയാണ്. पिता परमेश्वर सब कुछ अधिकारी है, वैसे यीशु मसीह सबके ऊपर अधिकार है. और प्रेज द लॉर्ड, तत्व का जो प्रतिबिंब है प्रभु यीशु मसीह. അതിനുശേഷം നമ്മൾ അഞ്ചാമതായിട്ട് കണ്ടു, നമുക്കറിയാം യേശുക്രിസ്തുവാകുന്നു വചനമെന്ന് പറയുന്നത്.
अगली बात, पांचों बात ही है, यीशु मसीह ही वचन है। അല്ല, ആ വചനം ദൈവമാകുന്നു. वचन परमेश्वर है। ആ വചനത്താലാണ് സകലത്തെയും വഹിക്കുന്നത്. വചനത്താല वचन के द्वारा सब कुछ संभाला गया। അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് യേശു ക്രിസ്തു തൻ്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുന്നു. यीशु मसीह का सामर्थ्य वचन के द्वारा सब कुछ संभालता है। ആമേൻ. എന്ന് വെച്ചാൽ പ്രിയമുള്ളവരെ, ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ, ഞാനൊരു ഭക്തന അല്ലെങ്കിൽ ഞാനൊരു ദൈവത്തിൻ്റെ പൈതല, എൻ്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളെയും നിയന്ത്രിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് ആ വചനത്താല, ആ നമ്മൾ പറയും ക്രിസ്തുവിനാല എന്ന ആ എഴുതപ്പെട്ട വചനത്താലാണ് എൻ്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളും നടക്കുന്നത്. मेरा जीवन की सब कुछ है परमेश्वर की वचन के द्वारा ही नियंत्रित है। ആമേൻ. അതുകൊണ്ടാണ് നമ്മൾ പറയണത് വചനത്തിൽ ശക്തിയുണ്ട്, വചനത്തിൽ സൗഖ്യമുണ്ട്, വചനം ബന്ധനങ്ങളെ അഴിക്കും, വചനം രോഗികളെ സൗഖ്യമാക്കും, വചനം ഒരു മനുഷ്യനെ താങ്ങും. വചനത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. इसलिए हम कहते हैं वचन में सामर्थ्य, वचन के द्वारा चंगाई होते हैं, वचन के द्वारा छुटकारा होते हैं, वचन के द्वारा आजादी होते हैं। ആണ്. അപ്പം വചനമാകുന്ന ക്രിസ്തുവാണ് സകലത്തെ നിയന്ത്രിക്കുകയും വഹിക്കുകയും ചെയ്യുന്നത്. वचन के द्वारा, वचन यीशु मसीह है, वचन के द्वारा सब कुछ संभालता है। ആറാമതായിട്ട് കണ്ടു, നമ്മൾ ക്രിസ്തുവിനെ ക്രിസ്തുവായിട്ട് കണക്കാക്കുന്നത്, മിശിഹായായിട്ട് കണക്കുന്നത് എന്തുകൊണ്ടാണ്? അവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. हम यीशु मसीह को मसीह के रूप में हम स्वीकार करते हैं क्योंकि वो पाप का प्रायश्चित किया है। അല്ലെ, നമുക്കറിയാം മറ്റ് മതങ്ങളിലൊക്കെ ആയിരുന്നപ്പോൾ നമ്മൾ പാപപരിഹാരം എന്നൊക്കെ പറഞ്ഞ് ഓരോ കർമ്മങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ദൈവമക്കളായിരിക്കുന്ന നമ്മൾക്ക് അങ്ങനെയുള്ള യാതൊരു കർമ്മത്തിൻ്റെയും ആവശ്യമില്ല. എന്തെന്നാൽ യേശു ക്രിസ്തു ക്രൂശിൽ വെച്ച് നമ്മുടെ സകല പാപങ്ങൾക്കും പരിഹാരം ചെയ്തു. അവൻ്റെ രക്തം നമുക്ക് പാപപരിഹാരമായി തീർന്നു. जब हम अंधकार में थे, पाप का प्रायश्चित के लिए हम कई प्रकार की कर्म कांड करते थे, परंतु आज हमें किसी प्रकार की कर्म कांड करने की जरूरत नहीं, क्योंकि यीशु मसीह हमारे लिए पाप के लिए प्रायश्चित हो गया है। അതുകൊണ്ടാണ് അവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്കായിരിക്കുന്നു. वो पाप के लिए प्रायश्चित करके यीशु पिता के दाहिने साइड में बैठा है। ഞാൻ കഴിഞ്ഞ ആഴ്ച ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. പിതാവിൻ്റെ വലത്തുഭാഗത്ത് കർത്താവായ യേശുനാഥൻ എന്ത് ചെയ്യുന്നു? मैं पिछले हफ्ता आपसे पूछा हुआ सवाल फिर से पूछ रहा हूं, आप यीशु मसीह पिता का दाहिने साइड में बैठकर अभी क्या कर रहे हैं? हमारे लिए मध्यस्थी का प्रार्थना कर रहे हैं, या प्रेज द लॉर्ड. हमारे लिए मध्यस्थ काम कर रहे प्रार्थना हैं। कर रहे हैं। യാ പ്രൈസ് ദ ലോർഡ്. നമുക്ക് വേണ്ടി കർത്തൃസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുന്ന മഹാപുരോഹിതനായ യേശു ക്രിസ്തു ഇന്ന് നമുക്കുണ്ട്. हमारे लिए पिता के दाहिने साइड में बैठकर मध्यस्थ करने वाला एक महापुरोहित है यीशु मसीह। അതുകൊണ്ടാണ് അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ സ്ഥാനം കൈവരിച്ചു. നമുക്ക് കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം ചെയ്യാം. इसलिए वो ശ്രേഷ്ഠമായ दूतों से बढ़कर हमारे लिए श्रेष्ठ महापुरोहित है। अपने पवित्र हाथ उठाकर परमेश्वर को धन्यवाद करेंगे। അമേൻ, ഹല്ലേലൂയ. ഹല്ലേലൂയ, അമേൻ. ഇതുകൊണ്ടാണ് ഒന്നാമത്തെ അധ്യായം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഇത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്. इसलिए मेरे प्यारो, बहुत सीरियस महत्वपूर्ण है हमारा उद्धार। അതുകൊണ്ടാണ് ഇവിടെ രണ്ടാം അധ്യായത്തിൽ പറയാണ്, നമ്മളോട് പറയുകയാണ്, ഒന്നാമത്തെ അധ്യായത്തിൽ
ക്രിസ്തു ആരാണെന്ന് നമ്മളോട് സംസാരിച്ചു. आ, पहला अध्याय मसीह कौन है हमसे बातचीत किया। അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ പറയുകയാണ് ഒരു വാണിംഗ്, ഫസ്റ്റ് വാണിംഗ്. ഈ ഹെബ്രായ ലേഖനത്തിൽ 22 വാണിങ്ങുകളുണ്ട്. വിശ്വാസികൾക്കുള്ള आ, മുന്നറിയിപ്പുകൾ 22 എണ്ണമുണ്ട്. जो दूसरा अध्याय में हम शुरुआत एक चुनौती को एक हमें समझा रहे हैं। इसमें इब्रानियों के पत्री में करीब 21 चुनौतियां हमें मार्गनिर्देशन करते हैं। ഈ അധ്യായത്തിൽ തന്നെ 2 എണ്ണമുണ്ട്, 2 മുന്നറിയിപ്പുകൾ, 2 വാണിങ്സ് ഉണ്ട്. इस दूसरा अध्याय में दो बातें हमें समझाते, 2 चुनौतियां हमें दिया जाते हैं। ആമേൻ. അപ്പൊ നമുക്കറിയാം, വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേട്ടിരിക്കുന്ന ഈ വചനം നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ നിന്ന് ഒഴുകിപ്പോകുവാൻ സാധ്യത ഏറെയാണ്. ऐसा ना हो कि बहकर उनसे दूर चल जाएं और भी मन लगाएं। इसलिए मेरे प्यारो, परमेश्वर का वचन बड़ी ध्यान पूर्वक हमें ग्रहण करना, हमें उसको मनन करना जरूरी है। क्योंकि हम प्रभु का वचन को अच्छी तरह से नहीं ग्रहण ना करेगा तो कभी भी हम भटका सकते हैं, प्रभु से दूर भी जा सकता है। ആമേൻ. കണ്ടോ, അതായത് ഒഴുകിപ്പോവുക എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ട് അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിച്ചേക്കണേന്ന് വെച്ചാൽ നമ്മൾ പോലും അറിയത്തില്ല ഒഴുകിപ്പോകുന്നത്. यह जो बहकर दूर हो जाएगा शब्द क्यों दिया गया है? क्योंकि हमको भी पता नहीं चलेगा हम बहकर कैसे चला गया करके। അല്ലെ, നമുക്കറിയാമല്ലോ, ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ നമ്മൾ ഇപ്പോൾ ഒരു വെള്ളത്തിലോ അരുവിയിലോ തോട്ടിലോ പോയി നിൽക്കുകയാണെങ്കിൽ ഈ മലവെള്ളപ്പാച്ചിൽ വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ എന്ത് സംഭവിക്കും? അങ്ങ് വീടായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അങ്ങ് ഒഴുകി അങ്ങ് പോകും. जब बाढ़ आते हैं तो हमको भी पता नहीं चलेगा, घर, लोग, जानवर सब बहकर चला जाते हैं। ആമേൻ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ഈ ലോകമെന്ന് പറയുന്നത് സുവിശേഷത്തിന് ഒരിക്കലും അനുകൂലമല്ല. इसलिए मेरे प्यारो, ये संसार है सुसमाचार के लिए कभी भी अनुकूल वातावरण में नहीं है। ആമേൻ. ഈ ലോകത്തിൻ്റെ വ്യവസ്ഥകൾ, ഈ ലോകത്തിൻ്റെ നിയമങ്ങൾ, ഈ ലോകത്തിൻ്റെ ലക്ഷറി അല്ലെങ്കിൽ ആർഭാടങ്ങളൊന്നും ഒരിക്കൽ ലോകം അല്ലെങ്കിൽ അതാണ് പാട്ടുകാരന്മാർ പാടുന്നത്, ലോകമേതും യോഗ്യമേൽ അല്ല എനിക്കത് എന്ന് പറഞ്ഞ് പാടുന്നത് കൊണ്ടാണ്. എന്ന് വെച്ചാൽ ലോകത്തിന് ഒരിക്കലും അനുകൂലമല്ല, നമ്മൾ ലോകത്തിന് എതിരായിട്ട് നീന്തേണ്ടി വരും. हमें इस संसार की जो लगर के विरुद्ध में हमें चलना जरूरी है। एक विश्वासी को कभी भी इस संसार अनुकूल वातावरण नहीं है। ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ഹല്ലേലൂയ, ഈ ക്രിസ്തുവാക നമുക്ക് കൊളോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അതിൻ്റെ 2-3 വാക്യങ്ങളൊന്ന് വായിക്കാം. കൊളോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യം, 2 and 3. कोलोसियों का पत्रिका दूसरा अध्याय का 2 और 3 हम पढ़ेंगे। ताकि उनके मनों में शांति हो और वे प्रेम से आपस में डटे रहे और वे पूरी समझ का सारा धन प्राप्त करे और परमेश्वर पिता के भेद को अर्थात मसीह को पहचान ले, जिसमें बुद्धि और ज्ञान के सारे भंडार छिपे हुए हैं। കണ്ടോ, ഇപ്പൊ ഇവിടെ ഓരോ വിശ്വാസിയെയും കുറിച്ച് ദൈവത്തിനൊരു ഹിതമുണ്ട്, ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ട്. मेरे प्यारो, परमेश्वर को एक एक विश्वासी के प्रति प्रभु की अलग अलग योजना है।
അതിൽ ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്രിസ്തുവേശു എന്ന പരിജ്ഞാനത്തെ നമ്മൾ സ്വീകരിക്കണം, നമ്മൾ പഠിക്കണം. मसीही परिज्ञान में हमें बढ़ते जाना है. അല്ലെ, നമുക്കറിയാം നമ്മളെല്ലാവരും ക്രിസ്തുവിന് ശിഷ്യന്മാരായി തീർന്നതാ. हम सब यीशु मसीह के शिष्य हैं. അപ്പം ശിഷ്യന്മാരാകുമ്പോൾ എന്താണ്? ഗുരുവിനെ പോലെ ആകണം അല്ലെ. അതിനാണ് നമ്മൾ ശിഷ്യത്വം പ്രാപിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ സ്വാമിമാരുണ്ടല്ലോ, സ്വാമിമാരുടെ കൂടെ ശിഷ്യന്മാർ കാണും. അപ്പം ആ ശിഷ്യന്മാരുടെ ലക്ഷ്യം എന്താ? സ്വാമീനെ പോലെ ഒരിക്കൽ എനിക്ക് ആകണം. അതാണ് ഈ ശിഷ്യന്മാരുടെ സാധുക്കളുടെ കൂടെ ഈ ശിഷ്യന്മാർ നടക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുരുവാകുന്ന ശിഷ്യനെ പോലെ നാം ഓരോരുത്തരും ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. और शिक्षक का मतलब गुरु का अनुकरण करना है, गुरु को जैसे बनना है. हम हमारे भारत में हम देखते हैं कई गुरु लोग, बाबा लोग हैं, उनकी चेला लोग भी रहते हैं, जो उनका उद्देश्य ये गुरु जैसे बनना है. അല്ലെ, അതുകൊണ്ടാണ് അവര് ഗുരുവിനെ പോലെ വസ്ത്രം ധരിക്കും, ഗുരുവിനെ പോലെ നടക്കും, ഗുരുവിന്റെ ഭക്ഷണം ഇങ്ങനെ ഗുരുവിനെ അവർ പുറമേ നിന്ന് ഗുരുവിനെ അവർ അനുകരിക്കുവാൻ ശ്രമിക്കും. ഗുരു ചെയ്യുന്ന പോലെയുള്ള പ്രാർത്ഥനകൾ ചെയ്യും, എല്ലാത്തിലും ഗുരുവിനെ പുറമേ നിന്ന് അനുകരിക്കുവാൻ ശ്രമിക്കും. लोग गुरु का अनुकरण करते हैं, गुरु जैसे वस्त्र पहनते हैं, गुरु जैसे भोजन करते हैं. इस प्रकार उन लोग गुरु का अनुकरण करता है. എന്നാൽ നമ്മുടെ കർത്താവായ യേശുനാഥനെ ഒരു മാനുഷിക ഒരു ഗുരു എന്നുള്ള രീതിയിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ പുത്രനായ ദൈവത്തിൻ്റെ ജ്ഞാനമായ ഏറ്റവും ശ്രേഷ്ഠനായ ഗുരു എന്ന കണക്കെയാണ് നാം അവനെ അനുകരിക്കേണ്ടത്. हम इस संसार के गुरु का सम्मान नहीं हम अनुकरण करते हैं. यीशु परमेश्वर का पुत्र है, वो सर्वशक्तिमान है, इसलिए हम उसकी अनुकरण एक श्रेष्ठ गुरु का रूप में हम उसकी अनुकरण करते അതാണ് हैं. ഹല്ലേലൂയ. നമുക്ക് ഇനി എഫേസ്യ ലേഖനത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊരു വാക്യം കാണാൻ സാധിക്കും. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, 1-2 इफिसियों का पत्रिका 5वां अध्याय का पहला वाक्य को हम पढ़ेंगे. इसलिए प्रिय बालकों के समान परमेश्वर का अनुकरण करो. 2 दूसरा वाक्य. और प्रेम में चलो, जैसे मसीह ने भी तुमसे प्रेम किया और हमारे लिए अपने आप को सुखदायी सुगंध के लिए परमेश्वर के आगे भेंट करके बलिदान कर दिया. ആമേൻ. കണ്ടോ, ഇവിടെ നോക്കിയാട്ടെ, നമ്മൾ എഫേസ്യ ലേഖനം പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു, ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. यीशु मसीह के समान बुलाए गए वो लोग हैं हम. അല്ലെ, ഇന്ന് അനേക ഉപദേശങ്ങൾ ഇന്ന് ക്രിസ്തീയ ലോകത്തിലുണ്ട്. कई प्रकार की शिक्षाएं आज संसार में हैं. ഓരോ രാജ്യത്തും അതിൻ്റെതായ വിവിധ ഉപദേശങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. अलग अलग देश में अलग अलग उपदेश को हम पाए जाते हैं. അപ്പൊ ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ വചനത്തെയും അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അവനെ യഥാർത്ഥത്തിൽ അനുകരിക്കാൻ പറ്റത്തുള്ളൂ. हम यीशु मसीह को और उसके वचन को अच्छी तरह से हमें मालूम पड़ेगा, तभी हम उसकी अनुकरण कर सकते हैं. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ ഒഴുകിപ്പോകുവാൻ സാധ്യതയുണ്ട്. हम उसकी वचन और यीशु को नहीं पहचानेंगे तो हम उस बहकाव में हम बहते जा सकते हैं. ഈ ആഴ്ചയിൽ കൊറിയയിൽ നിന്ന് ഒരു ക്രിസ്തീയ വിഭാഗം ഇന്ത്യയിലേക്ക് കടന്നു വരുന്നുണ്ട്. കൊറിയയിൽ നിന്ന് ഒരു ലേഡി നേതൃത്വം കൊടുക്കുന്ന ഒരു കൾട്ടാണ്, ദുരുപദേശ സംഘമാണ്. वो कोरिया से एक झुंड भारत में आ रहे हैं. वो एक लेडी उसकी अगुवाई करती है. उनकी गलत शिक्षाएं वो लेके आ रहे. ആമേൻ. നമുക്ക് അവര് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ
തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ശരിയായത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ പറയുന്നത് ശരിയല്ലയോ? या वो लोग जो भी शिक्षा दे रहे हैं वो गलत करके स्थापित करना है, तो हमें परमेश्वर के वचन को अच्छी तरह से मालूम होना चाहिए। എങ്കിൽ മാത്രമേ നമുക്ക് ശരിയേത് തെറ്റേതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. जब तक हम परमेश्वर की वचन की गहरा शिक्षा हमें मालूम नहीं है तो उनकी गलती हमको समझ में नहीं आएगा। അല്ലെ, നമ്മൾ കുഞ്ഞു കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവരെ 2+2 5 എന്ന് പറഞ്ഞു കൊടുത്താൽ അവരത് ചിലപ്പോൾ അങ്ങനെ തന്നെ പഠിക്കും. हम छोटे बच्चे जो स्कूल में जाते उनको दो अधिक दो 5 करके हम बोलेंगे तो बच्चे वैसे ही सीखेंगे। ആ കുഞ്ഞിന് അറിയാമെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കുകയുള്ളൂ. ദോ പ്ലസ് ദോ 4 അല്ലെങ്കിൽ 4 ആണെന്ന് അവർക്ക് മനസ്സിലാകണമെങ്കിൽ ആ കുഞ്ഞിന് കാര്യം അറിഞ്ഞിരിക്കണം. दो अधिक 2 है 4 करके मालूम होना है तो वो बच्चों को शिक्षा मिलना जरूरी है। ആമേൻ. അതുകൊണ്ടാണ് നമ്മൾ അപ്പോസ്തലൻ പറയാണ്, നിങ്ങൾ ഈ കേട്ട വചനം അധികം ശ്രദ്ധയോടെ നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം. जो आपने सुना हुआ वचन है अपने हृदय के अंदर उसको ग्रहण करना संभालना है। അത് ഈ അന്ത്യകാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ്. इस अंतिम समय में बहुत महत्वपूर्ण है। അന്ത്യകാലത്ത് നമ്മൾ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ വലയാൻ പോകുന്നത് ദുരുപദേശക്കാരുടെ ഉപദേശങ്ങൾ കൊണ്ടായിരിക്കും. ये अंतिम समय में विश्वासी लोग को जो डगमगाने जा रहे हैं गलत शिक्षों का सामने है। അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ ഒഴുകിപ്പോകാതെ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണമെന്ന് പറയുന്നത്. अब बहते ना जाने के लिए अपने आप को संभालना है। ഇനി എപ്പോഴൊക്കെയാണ് നമ്മൾ ഈ വചനത്തിൽ നിന്ന് ഒഴുകിപ്പോകാൻ സാധ്യതയുള്ള സമയങ്ങൾ എപ്പോഴൊക്കെയാണ്? ഒന്ന് പറയാൻ പറ്റുമോ? वचन എപ്പോഴാണ് से നമ്മൾ कब है हम बहके जाने का वक्त कब है? ഒരു സാധ്യത പറയാൻ പറ്റുമോ? എപ്പോഴാണ് ഒരു വിശ്വാസി കർത്താവിനെ വിട്ട് അല്ലെങ്കിൽ ഈ വചനം വിട്ട് മാറിപ്പോകാനുള്ള സാധ്യത എപ്പോഴൊക്കെയാണ്? एक विश्वासी प्रेज़ द लॉर्ड जो करोपदेश से हटकर जाने का समय कब है, आप बोल सकते हैं? जिनको वचन मालूम नहीं रहता वो बहक जाते हैं। हाँ, ठीक है. दूसरा अलग ओपिनियन, अलग 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 लोग बताइए कब एक विश्वासी सही उपदेश छोड़कर गलत शिक्षा में चले जाते, दूसरा ഗലത്ത് कलीसिया ശിക്ഷ में ഓർ चला जाते, വിശ്വാസത്തിൽ നിന്ന് പോകുന്നത്, വിശ്വാസത്തിൽ നിന്നേ പോകുന്നത്, विश्वास ക്ഷീണിച്ചു से പോകും. भी अलग हो जाते हैं। कब है? जी, परमेश्वर की सही शिक्षा ना पाने की वजह से बहक जाते। कारण क्या है? कारण ये कुछ लोग इस प्रकार से बहक जाते हैं जिनके जीवन में परीक्षाएं होती है, ज्यादा तकलीफ होने लगती है, इसको बहक जाते हो और वचन ना होने के कारण वो चले जाते हैं। तकलीफ आने की वजह से। യാ തക്ലീഫ് ആനേക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്നാമത്തെ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് വചനം അറിയാൻ പാടില്ല എങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അവരുടെ പുറകെ പോകും. അവിടെ जो ഇന്നതുണ്ട്, वचन नहीं അവിടെ ചെന്ന मालूम ഇന്നത് है, നടക്ക്, അവിടെ ചെന്ന ഇന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ കേട്ട പാതി കേൾക്കാത്ത പാതി അവരുടെ പുറകെ ഓടും. ബിക്കോസ് നമ്മുടെ ഉള്ളത്തിൽ വചനം ഇല്ല, സത്യം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. वचन नहीं होने के कारण अब दूसरों के बात सुनकर बहका जाते हैं। ആമേ. രണ്ടാമതായിട്ട് ബ്രദർ പറഞ്ഞതുപോലെ
പെർസിക്യൂഷൻ വരുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകുമ്പോൾ ചിലപ്പോൾ വചനം നന്നായിട്ട് നമ്മൾ അറിയുന്നില്ല എങ്കിൽ, വചനം അല്ലെങ്കിൽ ആ വചനം നമ്മളോട് സംസാരിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഉറച്ചു നിൽക്കുവാൻ പറ്റാതെ വരും. जब वो तकलीफ आते हैं, समस्या आते हैं, सतावट आते हैं, तब वचन यदि हमारे दिल में नहीं है तो हम भी बहका जाएगा, प्रभु को छोड़ने के बाद तक पहुंच सकते हैं. അല്ലെ, മൂന്നാമതായിട്ട് നമുക്കറിയാൻ പറ്റും പെർസിക്യൂഷൻ വരുമ്പോൾ, അല്ലെ, ഇപ്പൊ ഇന്ത്യയിലേക്ക് പോലെ മത തീവ്രവാദ സംഘടനകൾ നമ്മളെ പെർസിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ഒഴുകിപ്പോകുവാൻ സാധ്യതയുണ്ട്. जब सतावट आते समय में यदि वचन हमारे हृदय के अंदर नहीं है तो हम भी बहका जा सकते हैं. ഇനി അടുത്തതായിട്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ലോകസ്നേഹമാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ പണവും ജീവിത സൗകര്യങ്ങളും വർദ്ധിച്ചു കഴിയുമ്പോൾ പലപ്പോഴും ദൈവത്തെ മറന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. और दूसरी बात है संसार का प्रेम. हमारे जीवन में तरक्कियां बढ़ गया है, हमारे आर्थिक स्थितियां सब बदल जाते हैं, तब हम परमेश्वर को उस भय से भी दूर चले जाते हैं. അല്ലെ, ചിലര് നമ്മൾക്കറിയാം, നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരാകുമ്പോൾ നമ്മൾ ഓരോ ബിസിനസ് ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, നമ്മൾ മറ്റ് ജോലി ചെയ്യുമ്പോഴൊക്കെ വചനത്തിന് നിരക്കുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വചനപ്രകാരമുള്ള കാര്യങ്ങളെ, ജോലികള്, ബിസിനസ്, ഇതൊക്കെ നമുക്ക് ഏർപ്പെടാൻ പറ്റുകയുള്ളൂ. हमें वचन के अनुसार ही काम ही हम कर पाएंगे. क्या लेन देन हो, बिजनेस हो, जो भी है, हम वचन के अनुसार होना चाहिए. അല്ലെ, അപ്പൊ ചില ആൾക്കാർ എന്ത് ചെയ്യും? ദ്രവ്യാഗ്രഹികളാണെങ്കിൽ അവർ പണത്തിന് വേണ്ടി ദൈവത്തിന്റെ വചനത്തെ മറന്നു കളയുവാനുള്ള സാധ്യത വളരെയേറെയാണ്. यदि कोई लालच आदमी है तो वो परमेश्वर का वचन को किनारे में रखकर वो अपना काम करना शुरू करते हैं. അതുകൊണ്ടാണ് നമുക്ക് ഒരു വാക്യം വായിക്കാം. 2 തിമോത്തി അതിന്റെ 4-ാം അധ്യായം 10-ാം വാക്യം. 4 दूसरे अध्याय तिमोथी 10 वाक्य. 4 अध्याय का 10वां वाक्य. दूसरे तिमोथी 4 अध्याय का 10वां वाक्य. क्योंकि देमास ने इस संसार को प्रिय जानकर मुझे छोड़ दिया है और थिस्सलुनीके को चला गया है. क्रेस्क्रेस गलातिया और तीतुस दलमतिया को चला गया है. കണ്ടോ, ഇവിടെ ദേമസ് എന്ന് പറയുന്ന ഒരു ശിഷ്യനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. देमास बोल के एक शिष्य के बारे में कह रहे हैं. ഈ ദേമാസ് പൗലോസിനോട് കൂടെ നിന്ന് കർത്താവിന്റെ ശിഷ്യനായി പൗലോസിനോട് കൂടെ ശുശ്രൂഷിച്ച് നടന്ന ഒരു ശുശ്രൂഷകനായിരുന്നു. पौलुस के साथ में सेवकाई में एक सहकर्मी था. പക്ഷെ ഒരു സമയം എത്തിയപ്പോൾ ലോകത്തിന്റെ ഇമ്പങ്ങളും ഇഷ്ടങ്ങളും ഇവനെ മാടി വിളിച്ചു. एक समय आ गया, संसार की मोह माया ने इनको खींच लिया. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ഈ കർത്താവിന്റെ വചനത്തെ ഉപേക്ഷിച്ചിട്ട് തെസ്സലോനിക്കയ്ക്ക് കടന്നുപോയി. प्रभु का वचन को छोड़कर वो तस्सलोनी में चला गया. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമുക്കറിയാം പരിശുദ്ധാത്മാവിന്റെ ഭാഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. परमेश्वर की भाषा है, वो खुदा का कलाम है. അല്ലെ, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ, നിങ്ങൾ അവിടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഹിന്ദി സംസാരിക്കും, ഞാനിവിടെ കുഞ്ഞുങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ മലയാളം സംസാരിക്കും. നമുക്ക് ഓരോരുത്തർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ഒരു ഭാഷയുണ്ട്. मेरे प्यारो, जो आप लोग आपस में हिंदी में बात करते, मैं यहाँ बाल बच्चों से मलयालम में बात करते हैं. हम आपस में वार्तालाप करने के लिए भाषा यूज करते हैं. ആമേൻ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഭാഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. पवित्रात्मा का भाषा बोले जाए परमेश्वर का वचन है. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കണമെങ്കിൽ അത് ദൈവവചനമാകുന്ന ഭാഷയിലൂടെയാണ്.
परमेश्वर हमसे बातचीत करती हैं तो पवित्र आत्मा की भाषा के द्वारा हमसे बातें करती है। അപ്പം നമ്മുടെ ഉള്ളത്തില് വചനമുണ്ടെങ്കിൽ മാത്രമേ ആത്മാവ് ആ വചനത്തെ എടുത്ത് നമ്മളെ ഓർമ്മിപ്പിക്കും. ആ വചനം ഓർമ്മിപ്പിക്കും. സോണി, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ പറയരുത്, നീ അങ്ങനെ പോകരുത്, വചനമിന്നത് പറയുന്നു. हमारे हृदय के अंदर परमेश्वर का वचन है, तब परमेश्वर हमें याद दिलवाते हैं, "ए सोनी, तू ऐसा नहीं करना, ऐसा सोचना नहीं, ऐसा करना नहीं।" जो पवित्र आत्मा हमें चितौनी देते हैं। അല്ലേ? എനിക്കിപ്പോൾ ഹിന്ദി ഭാഷ അറിയാമായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളോട് ഫ്രീ ആയിട്ട് സംസാരിക്കാമായിരുന്നു. നിങ്ങൾക്ക് ഈ വചന ക്ലാസ് കുറച്ചും കൂടെ വളരെ അനുഗ്രഹമായി തീർന്നേനെ. പക്ഷെ എനിക്ക് ഹിന്ദി അറിയത്തില്ല. അതുകൊണ്ട് मुझे हिंदी मालूम होता, मैं और थोड़ा सरल तरीके से आपसे बातें करते। अब मुझे അല്ലേ? हिंदी नहीं मालूम। അപ്പം വചനം നമുക്ക് അറിഞ്ഞുകൂടാ എങ്കിൽ പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കാൻ പറ്റാതെ വരും. ഞാൻ यदि പറയുന്നത് हमें മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വചനം നമ്മൾ ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ആവശ്യ സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ വചനത്തിലൂടെ നയിക്കും, വചനം പറഞ്ഞു തരും. यदि वचन हमारे हृदय में नहीं है तो पवित्र आत्मा आपसे कैसे बातें करेंगे? यदि आपका हृदय के अंदर परमेश्वर का वचन है तो परमेश्वर उन वचनों को याद दिलवाते हैं और आपसे बात करते हैं। ആമേൻ. ഞാനിപ്പോൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. आपको समझ में आ रहा है कि नहीं? ആമേൻ. അപ്പം നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഒരു ഉത്തമ തീരുമാനം എടുത്തുകൊള്ളണം. ഞാൻ വചനം നന്നായിട്ട് ധ്യാനിക്കും, പഠിക്കും, ആ വചനത്തെ ഞാൻ മുറുകെ പിടിച്ചിരിക്കും. इसलिए आपको आज निर्णय लेना है, मैं परमेश्वर के वचन को सीखूंगा, पढ़ूंगा, मेरे हृदय के अंदर उसको मैं लिख दूंगा। വചനം പഠിക്കുന്തോറുമുണ്ടല്ലോ നമ്മൾ കർത്താവിനോടിങ്ങനെ കൂടുതൽ കൂടുതൽ അടുത്തടുത്ത് വരും. ഒരു പറ്റിച്ചേരുന്ന അനുഭവം ഉണ്ടാവും. परमेश्वर का वचन हम ज्यादा पढ़ेंगे, सीखेंगे, हाँ परमेश्वर का एकदम करीब में आ जाएंगे। ഉറക്കത്തിലൊക്കെ ഉണ്ടല്ലോ വചനം നമ്മളോട് സംസാരിക്കും. നമ്മുടെ ഹൃദയം ആ വചനം ഇങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. आप लेटते समय भी परमेश्वर का वचन आपसे बातचीत करते रहेंगे। ആമേൻ. ഇപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ വളരെ ക്ഷീണിച്ച്, വിശ്വാസത്തിൽ ക്ഷീണിച്ച് ഭാരപ്പെട്ടിരിക്കുകയാണെന്ന് വെച്ചോ. आप विश्वास में एकदम कमजोर है करके समझ लीजिए। അല്ലെ? അന്നേരമാണ് പരിശുദ്ധാത്മാവ് നമ്മളൊരു വചനം ഓർമ്മിപ്പിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്, നിന്റെ വലംകരം ഞാൻ പിടിച്ചിരിക്കുന്നു, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. आप जब निराश में, चिंता में रहते समय पवित्र आत्मा आपसे बात करेंगे, डरो मत, मैं तेरा संग हूं, मैं तेरा दाहिने हाथ पकड़ लिया हूं। അമ്മേ, ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം പറയാം. ഞാൻ വിശ്വാസത്തിലെ ഇതിൽ വന്നു കഴിഞ്ഞിട്ട് ശുശ്രൂഷയ്ക്കായിട്ടൊക്കെ ഇറങ്ങുന്ന ആ സമയത്ത് ചില പ്രശ്നങ്ങളുടെ മുൻപിൽ ഭാരപ്പെട്ടു പോയി. मैं अपने गवाही देना चाहता हूं, मैं जब परमेश्वर की सेवकाई के लिए निकलने का समय में कई जो समस्या है मेरे जीवन में आया। ആ സമയങ്ങളിലെല്ലാം നമ്മളെ ഉറപ്പിച്ച് നിർത്തുന്നത് നമ്മുടെ ഈ ദൈവത്തിൻ്റെ വചനമാണ്. ഞാൻ പലപ്പോഴും കേട്ടിരിക്കുന്ന ദൈവശബ്ദമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. वो जो ऐसी वक्त में परमेश्वर का वचन बातचीत करते हैं और हिम्मत देते हैं। अधिकांश प्रभु का वचन मुझसे एक बात किया, डरो मत, मैं तुझे दृढ़ करूंगा, मैं तुझे संभालूंगा। इस वचन को मैंने कई बार सुना। അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഭാഷ എന്തുവാ? वो पवित्र आत्मा का भाषा क्या है? परमेश्वर का वचन, പവിത്ര വചനം അല്ലേ? പരിശുദ്ധാത്മാവ് എവിടെയാ ഉള്ളത്? पवित्र आत्मा कहाँ है?
हमारे साथ। ഹമാരെ സാത്ത്, നമ്മുടെ ഇന്നർ മാൻ, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. हमारे भीतर में पवित्र आत्मा है। അപ്പൊ പരിശുദ്ധാത്മാവിന് വിശക്കും. ഇനി അടുത്തതാണ് വചനം എന്ന് പറയുന്നത് ആഹാരമാണ്. നമ്മുടെ ആത്മീയ ഭോജനമാണ് വചനം എന്ന് പറയുന്നത്. पवित्र आत्मा को भूख लगेगा और हमारा भोजन क्या है? परमेश्वर का वचन है। നമ്മുടെ അകത്തെ മനുഷ്യനെ ഈ വചനം കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുത്തിക്കൊള്ളണം. हमारा भीतरी मनुष्यत्व को परमेश्वर का वचन के द्वारा हमें तृप्त करना है। അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ ഒരിക്കലും കർത്താവിനെ വിട്ട് ഒഴുകിപ്പോകുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കുകയില്ല. हम परमेश्वर को कभी भी छोड़कर जाने के लिए परमेश्वर का वचन हमें अनुमति नहीं देगा। ഇനി നമുക്ക് ആ ഹെബ്രായ ലേഖനം തന്നെ 2-ാം അധ്യായം അതിന്റെ 2-3 വാക്യവും കൂടെ വായിക്കാം, എന്നിട്ട് അവസാനിപ്പിക്കാം. इब्रानियों का पत्रिका 2 अध्याय का 2 और 3 को हम पढ़ेंगे। क्योंकि जो वचन स्वर्गदूतों के द्वारा कहा गया था, जब वह स्थिर रहा और हर एक अपराध और आज्ञा न मानने का ठीक ठीक बदला मिला, तो हम लोग ऐसे बड़े उद्धार से निश्चिंत रहकर कैसे बच सकते हैं, जिसकी चर्चा पहले पहल प्रभु के द्वारा हुई और सुनने वाले के द्वारा हमें इसका निश्चय हुआ। ഓക്കെ, 4 വായിച്ചായിരുന്ന 4 3 और 4 3 और 4. और साथ ही परमेश्वर भी अपनी इच्छा के अनुसार चिन्हों और अद्भुत कामों और नाना प्रकार के सामर्थ के कामों और पवित्र आत्मा के वरदानों के बांटने के द्वारा उसकी गवाही देता रहा। ആമേ. കണ്ടോ, എന്നിട്ട് പറയാണ് ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയുമെന്നാണ് ഇവിടെ ഒരു വാണിംഗ് ആയിട്ട് നമ്മളോട് ചോദിക്കുകയാണ്. यहाँ हम सिखा रहे हैं और परमेश्वर की इस इतना बड़ा उद्धार को हम छोड़ेंगे तो निश्चय रहकर कैसे बच सकते हैं। ആമേൻ. അപ്പോൾ ഈ രക്ഷ നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ ചിന്തിക്കും, ഈ രക്ഷയുടെ മഹത്വം എന്താണ്, വലുപ്പം എന്താണെന്ന് നാം നന്നായി അറിഞ്ഞിരിക്കണം. अगला हफ्ता में हम इस उद्धार का जो है महत्व क्या है इसके बारे में हम सीखेंगे। ये हमें समझना जरूरी है। അതുകൊണ്ടാണ് ഇവിടെ പ്രിയമുള്ളവരെ, നമ്മൾ ഒരു മനുഷ്യൻ ഈ ലോകത്ത് നേടാവുന്നതിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നാം പ്രാപിച്ചിരിക്കുന്നത്. അതാണ് ക്രിസ്തുവേശുവിലുള്ള രക്ഷ എന്ന് പറയുന്നത്. मेरे प्यारो, इस संसार में हमने प्राप्त किया हुआ सबसे बड़ा बात है जो उद्धार। അപ്പോൾ ഇവിടെ ഹെബ്രായലേഖനക്കാരൻ ചോദിക്കുകയാണ്, ഈ രക്ഷയിൽ നിന്ന് നമ്മൾ ഒരിക്കലും വഴിമാറിപ്പോകുവാൻ, തെറ്റിപ്പോയാൽ ദൈവസന്നിധിയിൽ അത് പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ ദൈവഹിതമായിരിക്കത്തില്ല എന്നാണ് അവിടെ പറയുന്നത്. इस उद्धार से हम कभी भी प्रेज़ द लॉर्ड बढ़कर हमें जाना नहीं है। ആമേൻ. അപ്പം നമുക്ക് അത് അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. अगला हफ्ता हम और चिंतन करेंगे। आइए अपने आंखों को बंद करें, हम प्रार्थना करें। ആമേൻ. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, पवित्र परमेश्वर, हम आपका धन्यवाद करते हैं। കർത്താവെ, പകൽക്കാലം അടിയങ്ങൾക്ക് അവിടെ കർത്തൃസന്നിധി കടന്നു വരുവാനും അവിടുത്തെ തിരുവചനം ധ്യാനിക്കുവാനും കർത്താവെ, നീ ഞങ്ങൾക്ക് നൽകിയ മഹാസ്നേഹത്തിനും കൃപയ്ക്കുമായി സ്തോത്രം ചെയ്യുന്നു. प्रभु, आपके वचनों को सीखने के लिए आपने दिए अवसर के लिए हम धन्यवाद करते हैं। കർത്താവെ, ഈ ദിവസങ്ങളെ കർത്താവെ, ഞങ്ങൾ കേൾക്കുന്ന വചനം വളരെ ശ്രദ്ധയോടെ അത് കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കാത്തു സൂക്ഷിക്കുവാനുള്ള അധികമായ കൃപ ഞങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. प्रभु जी, हमने सीखा हुआ वचन को संभाल के रखने के लिए हमारी सहायता करना।
കർത്താവിൻ്റെ ദയ ഏറ്റവും അധികമായി കർത്താവെ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിൻ്റെ മേൽ അവിടുന്ന് അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. प्रभु आपकी दया आज यहाँ उपस्थिति है, अपने बच्चों को ऊपर उंडेल दे प्रभु. കർത്താവെ നിന്റെ ദൈവീക സമാധാനം ഏറ്റവും അധികമായി കർത്താവെ നിന്റെ മക്കളുടെ മേൽ അവിടുന്ന് അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. परमेश्वर की शांति अपने बच्चों के ऊपर हमेशा बने रहने पाए. കർത്താവെ വിശ്വാസത്തിന്റെ ശോധനകള്, പ്രയാസങ്ങള്, കർത്താവെ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ, ജീവിതത്തിലെ ഭാരങ്ങള്, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ആ കർത്താവിന്റെ ക്രൂശിനോട് ചേർന്ന് നിൽക്കുവാൻ കർത്താവെ നിന്റെ മക്കൾക്ക് അധികമായ കൃപ കൽപ്പിക്കണമേ. विश्वास के जीवन में परखा जाते समय, परीक्षा आते समय उसमें बने रहने के लिए प्रभु ने सहायता करें. കർത്താവിൻ്റെ ഓരോ കർത്താവ് ഇന്ന് പ്രത്യേകമായിട്ട് ആരാധന ലീഡ് ചെയ്ത, പ്രാർത്ഥന ലീഡ് ചെയ്ത എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാർക്കും, പ്രിയ പാസ്റ്റർ ഗുണിറാം, കൽപ്പനാജി, സംഗീതാജി, അതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്ത ദൈവത്തിൻ്റെ ദാസനും കർത്താവെ അത്യധികമായ കൃപ പകരുമാറാകണം, അനുഗ്രഹിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. प्रभु जी हम प्रार्थना करते हैं, प्रार्थना लीडिंग किया प्रिय संगीता जी, प्रभु जी वर्शिप किया, प्रिय पास्टर गुणराम जी लीडिंग किया, प्रिय कल्पना जी अनुवाद किया, प्रभु का दास और सब परिवार को हम आपके हाथ में सौंप देते हैं. കർത്താവെ നിന്റെ സൗഖ്യവും വിടുതലും അയച്ച് നിന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. प्रभु आपकी चंगाई को और छुटकारा भेजकर अपने बच्चों को आशीष देना. കർത്താവെ അവർ ഈ പകൽക്കാലം കർത്താവെ ആ തിരുസന്നിധിയിൽ കടന്നു വന്ന് വാഞ്ചയോടെ ഈ വചനത്തെ കേൾക്കുമ്പോൾ ആ വചനത്തിൻ്റെ ജീവൻ അബ്ബാ പിതാവേ അടിയനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മക്കളുടെ മേൽ ആ വചനത്തിൻ്റെ ജീവൻ സകല ഗുണത്തോടും കൂടെ ഐശ്വര്യമായി വസിക്കുമാറാകണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. प्रभु जी हम प्रार्थना करते हैं वचन का जीवन बहुत उनके जीवन में होने पाए. കർത്താവെ അവർ ഒന്നിലും ഭാരപ്പെടുവാനോ നിരാശപ്പെടുവാനോ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. प्रभु लोग कोई भी बात में कभी निराश ना होने पाए. കർത്താവെ രക്ഷയുടെ അധികമായ സന്തോഷം കൊണ്ട് അവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. उद्धार का बहुत आनंद के साथ उन्हें आशीष देना. കർത്താവെ പ്രിയ ജോസഫ് ജോൺ പാസ്റ്ററെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷകളെ ഏൽപ്പിക്കുന്നു, ശാലേം പാസ്റ്ററെ ഏൽപ്പിക്കുന്നു, എല്ലാവരെയും അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുന്ന് ഏറ്റവും അധികമായി അനുഗ്രഹിച്ച് ദേശത്ത് മാനിച്ച് അനുഗ്രഹിക്കുമാറാകണമെന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. प्रभु पिताजी हम प्रार्थना करते हैं जोसेफ जॉन पास्टर के लिए, शालिम पास्टर के लिए, सबको आपके हाथ में सौंप देते हैं परमेश्वर. തിരുനാമം വാഴ്ത്തപ്പെടുമാറാകണം. അടിയനെയും കുടുംബമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ യാചിക്കുന്നു. കൃപ തോന്നി ദയതോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ ആമേൻ. സ്തോത്രം. आपके नाम की महिमा का कारण बन जाए प्रभु जी. मुझे भी, परिवार को भी आपके हाथ में सौंप देते हैं राजा. आपने हमारी प्रार्थना बिंदी सुन ले, धन्यवाद. आदर सम्मान आपको देते, उद्धार करता नसरत यीशु नासरी के नाम में आमीन. आमेन आमेन. प्रेज द लॉर्ड. स्तोत्र. धन्यवाद सबको, धन्यवाद.